അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സത്യവിശ്വാസികളുടെ സ്വഭാവരംഗത്ത് അവർ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മര്യാദയാണ് ഇസ്ലാമിൽ ചില വിഷയങ്ങളിൽ ധൃതി പാടില്ല എന്നുള്ളത്. ധൃതി കാണിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായൊരു സ്വഭാവമായിക്കൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിൽ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധൃതി വെടിയലും സാവകാശം കൈക്കൊള്ളലും ചില കാര്യങ്ങളിൽ അവന് അനുഗ്രഹമായി വരുന്നതാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉണർത്തുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, അൽ ആനാതു മിനല്ലാഹ് വൽ അജ്ലതു മിനശ് ശൈത്വാൻ. സാവകാശം കാണിക്കുക, അവധാനത കൈക്കൊള്ളുക എന്നുള്ളത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ ധൃതി പൈശാചികമാണ്, പിശാചിൽ നിന്നുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തി. ചിന്തിച്ചും അവധാനതയോടും കൂടിയാലോചിച്ചുമുള്ള പ്രവർത്തനങ്ങളാണ് മനുഷ്യനെ വിജയത്തിലേക്ക് എത്തിക്കുക. ധൃതി പിടിച്ച നീക്കങ്ങളും കൂടിയാലോചനകളില്ലാത്ത പ്രവർത്തനങ്ങളും യഥാർത്ഥ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യമല്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലൊന്ന്, അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി മദീനത്തു നിന്ന് പുറത്തുനിന്നുള്ള ഒരു സംഘം കടന്നു വരികയുണ്ടായി. അവർ പ്രവാചകനെ കണ്ട സന്തോഷത്താൽ വാഹനപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നു. യാത്രാവസ്ത്രം മാറ്റാതെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയും പ്രവാചകനോടുള്ള സ്നേഹം അവർ പ്രകടിപ്പിക്കുവാനും തുടങ്ങി. എന്നാൽ അതേസമയം അവരുടെ സംഘത്തിന്റെ നേതാവ് വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങിയതിനു ശേഷം ആ വാഹനത്തെ കെട്ടിയിടുകയും തൻ്റെ പൊടിപുരണ്ട ശരീരത്തിലെ വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പ്രവാചകന്റെ അടുക്കിലേക്ക് വരികയും ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോയി സൽക്കരിച്ചിരുത്തി ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നീട് എല്ലാവർക്കും പ്രവാചകൻ സമ്മാനങ്ങൾ നൽകി. അവരുടെ കൂട്ടത്തിലെ നേതാവിന് കൂടുതൽ സമ്മാനങ്ങൾ നൽകിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫീക ലഖസ്വലതൈനി യുഹിബ്ബുഹുമുല്ലാഹു അൽ ഹിൽമു വൽ ആനാത്ത്. നിശ്ചയം താങ്കളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അവ രണ്ടും അള്ളാഹു ഇഷ്ടപ്പെടുന്നു, ക്ഷമയും അവധാനതയുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇസ്ലാമിൽ ധൃതി പാടില്ലാത്ത ചില വിഷയങ്ങൾ നമുക്ക് കാണാം. അതിലൊന്ന് സംസാരത്തിന്റെ ധൃതിയാണ്. ചില സംസാരങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ആളുകൾക്ക് കൃത്യതയോടുകൂടി മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രൂപത്തിൽ സംസാരം വളരെ സ്പീഡിൽ ആക്കുന്ന ആളുകളുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാര മര്യാദയെക്കുറിച്ച് ആയിഷ ബീബി പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത് ഒരാൾ അത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാൾക്കത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയുമായിരുന്നു എന്ന്. പ്രവാചകന്റെ സംസാരം എല്ലാവർക്കും ഏറെ ഹൃദ്യമാകുവാനുള്ള കാരണം തന്നെ അത് വളരെ ധൃതി കൂട്ടാതെ സാവധാനം അവധാനതയോടുകൂടി വാക്കുകൾ ക്ലിപ്തപ്പെടുത്തുവാൻ കഴിയുന്ന രൂപത്തിൽ ആയിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമത്, പ്രാർത്ഥനയുടെ വിഷയത്തിൽ നാം ധൃതി കാണിക്കുവാൻ പാടില്ല. പ്രാർത്ഥനയിൽ ധൃതി കാണിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾ പറയും, ഞാൻ ധാരാളമായി പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഉത്തരം ലഭിച്ചില്ല എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന്, ആ ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. അത്തരത്തിലുള്ള ധൃതി പാടില്ല എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മൂന്നാമത് ഒരു വിഷയം നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമസ്കാരത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ സാവധാനം സക്കീനത്തോടുകൂടി ആയിരിക്കണം കടന്നു വരേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതക്കും ഫഅതിമു. നിങ്ങൾക്ക് എത്രയാണോ ഇമാമിന്റെ കൂടെ ലഭിച്ചത് അത് നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് സലാം വീട്ടിയതിനു ശേഷം അത് പൂർത്തിയാക്കുകയും ചെയ്യുക. നമസ്കാരമല്ലേ, ഇബാദത്തല്ലേ എന്ന് കരുതി പള്ളിയിലേക്ക് ഓടി വരാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ അധ്യാപനം. നേരെ മറിച്ച് സാവധാനം ധൃതി കാണിക്കാതെ പള്ളിയിൽ വന്ന് ഇബാദത്ത് നിർവഹിക്കുവാനാണ് ശ്രമിക്കേണ്ടത്. പുതിയ കാലത്ത് ധൃതി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ട ഒരു വിഷയമാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നാം എല്ലാം ഫോർവേഡ് ചെയ്യേണ്ട ആളുകളല്ല. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി വാർത്തകളുടെ ഉറവിടങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷമേ ഷെയർ ചെയ്യുവാൻ പാടുള്ളൂ. മറ്റൊരു കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ടത് മതവിധികൾ നൽകുന്നിടത്താണ്. ഇസ്ലാമികമായ അറിവുകൾ കൃത്യമായ ബോധമുള്ള വിഷയങ്ങളിൽ മാത്രമേ നാം മതവിധികൾ നൽകുവാൻ പാടുള്ളൂ.
ഇമാം മാലിക് റഹിമഹുള്ളയുടെ അടുക്കിലേക്ക് മൊറോക്കയുടെ അങ്ങേയറ്റത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് അറിയുവാൻ വേണ്ടി കടന്നു വരികയുണ്ടായി. 40 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ വളരെ ചുരുങ്ങിയ ചോദ്യങ്ങൾക്ക് മാത്രമാണ് ഇമാം മാലിക് മതവിധി നൽകിയത്. അധിക ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞത് ലാ അദിരി, എനിക്കറിയില്ല എന്നാണ്. മതവിധി ചോദിച്ച ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, ജിഅ്തുക മിൻ മസീറത്തി സിത്തത അശ്ഹുരിൻ, 6 മാസത്തോളം ദൈർഘ്യമേറിയ യാത്ര ചെയ്തുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ എന്താണ് എൻ്റെ നാട്ടുകാരോട് പറയുക എന്ന് ചോദിച്ചു. ആ സമയത്ത് ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞത് കുല്ലഹും ഖാല മാലിക് ലാ അദിരി. ഇമാം മാലിക് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുവാൻ വേണ്ടിയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. മതത്തിൻ്റെ കാര്യങ്ങളിൽ അവധാനതയോട് അവഗാഹത്തോടു കൂടി മാത്രമേ മറുപടി നൽകുവാൻ പാടുള്ളൂ എന്നുള്ളത് ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൽ ചില കാര്യങ്ങളിൽ ധൃതി അത് വലിയ അപകടങ്ങൾ വരുത്തുന്ന വിഷയങ്ങളാണ്. ധൃതി കാണിക്കുവാൻ ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ ധൃതി കാണിക്കുവാനും അവധാനതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പറഞ്ഞ വിഷയത്തിൽ അവധാനതയോടുകൂടി കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമിൻ്റെ നിലപാടാണ്, അവൻ്റെ സംസ്കാരമാണ്. അത്തരത്തിലുള്ള വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.